വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടകൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല ടൗണിനടുത്തുകൂടെ എസ് പോലെ വളഞ്ഞൊഴുകുന്ന പുഴയുടെയും മുകളിലായി 7 കിലോമീറ്റർ ദൂരത്തിലുള്ള വലിയ പ്രദേശത്തിന്റെ ഒരു പ്രധാന ഭാഗം മാത്രമാണ് ഈ മിനിയേച്ചറിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. வயநாடு மண் சரிவுல சிக்கி கிட்டத்தட்ட 400க்கும் மேற்பட்டோர் உயிரிழந்த நிலையில அதனுடைய தாக்கம் பெரிதளவுல இருக்கு. இந்த நிலையில தான் இந்த வயநாடு மண் சரிவு சம்பவத்தை உணர்த்தும் வகையில அதனுடைய மினியேச்சரை ஒருத்தர் செஞ்சு காட்டியிருந்திருக்காரு. அது தொடர்பான வீடியோவை தான் அவர் பகிர்ந்திருக்காரு. டாவின்சி சுரேஷ் அப்படின்றவர் தான் இந்த வீடியோவை பகிர்ந்திருக்காரு. இவர் ஒரு கலைஞர். ആകാശ ദൃശ്യങ്ങൾ കൂടെയല്ലാതെ ഈ പ്രദേശങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത്രമാത്രം വ്യാപ്തിയുണ്ട് ഈ ദുരന്തത്തിൽ. 16 അടി നീളത്തിൽ 4 അടി വീതിയിൽ തീർത്തിരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ രേഖാശില്പം ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ചിത്രം മിനിയേച്ചറായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം എല്ലാവരെയും നടുക്കുന്നൊരു വാർത്തയായിരുന്നു. ഒരുപാട് പേരുടെ ജീവൻ പോയി, ഒട്ടേറെ പേരെ കാണാതായി. അനാഥരായവരെയും രക്ഷപ്പെട്ടവരെയും പുനരധിവസിപ്പിക്കുന്നതിന് മലയാളികൾ ഒന്നിച്ചു നിന്ന് സഹായങ്ങൾ ചെയ്തു തുടങ്ങി. നേരിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുമൊക്കെയായി ആവുന്നത് ചെയ്യുകയാണ്. മാർഗമേതായാലും ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുകയാണ് ലക്ഷ്യം. വിവിധ സംഘടനകൾ മുഖേന സഹായിച്ചിട്ടുള്ളതിൽ ഞാനും പങ്കാളിയാണ്. എങ്കിലും മാക്സിമം നമ്മുടെ കല ഉപയോഗിച്ചും ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതുകൂടി ആവട്ടെ എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു ശ്രമം ആരംഭിച്ചത്. വിവിധ മെറ്റീരിയലുകൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്വയർ പൈപ്പ്, പ്ലൈവുഡ്, ഫോറക്സ് ഷീറ്റ്, പോളിഫോം, യൂഫോ, ഫൈബർ, ചെറിയ കല്ലുകൾ, കളിക്കോപ്പുകൾ, അലങ്കാര ചെടികൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ എടുത്ത് 5 ദിവസത്തോളം പണിയെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയത്. ആദ്യ ദിവസങ്ങളിൽ അക്കരെയുള്ള മൃതദേഹങ്ങൾ ചൂരൽമലയിലേക്ക് എത്തിച്ചിരുന്നത് പുഴയ്ക്ക് കുറുകെ മരത്തടികൾ ഇട്ടിട്ടായിരുന്നു. പിന്നീട് മിലിട്ടറിയുടെ രക്ഷാദൗത്യ സേന എത്തി ഉരുൾപൊട്ടലിൽ തകർന്നുപോയ പാലത്തിന് പകരമായി വേലിപ്പാലം നിർമ്മിക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. അതുണ്ടാക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് പോകാനായി ചെറിയൊരു പാലം അതിനടുത്ത് തന്നെ ഉണ്ടാക്കിയത് ആ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത സാധാരണ ജനങ്ങൾക്ക് പോലും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെയൊരു സൃഷ്ടി ജനിക്കാനുണ്ടായ കാരണം. இந்த நிலையில தான் இப்போ வயநாடு சம்பவம் மிகப்பெரிய ஒரு தாக்கத்தை ஏற்படுத்தி இருந்திருக்கு. அதை உணர்த்தும் வகையில அதே மாதிரி ஒரு மினியேச்சரை செஞ்சிருந்திருக்காரு. கிட்டத்தட்ட 7 கிலோமீட்டர் தூரம் வரைக்கும் இந்த மண் சரிவு ஏற்பட்டு கிட்டத்தட்ட 400க்கும் மேற்பட்டோர் உயிரிழந்திருக்காங்க. மேலும் இன்னும் நிறைய பேர் காணாம போயிருக்கக்கூடிய நிலையில எப்படி இந்த மண் சரிவு எங்கிருந்து ஆரம்பிச்சது அப்படின்ற அந்த வழிபாதைய இவரு மினியேச்சரா செஞ்சிருந்திருக்காரு. சின்ன சின்ன பொருட்களை வச்சு அப்படியே தத்ரூபமா வயநாடு போலவே இவரு இதை உருவாக்கி இருந்திருக்காரு. மேக கூட்டங்கள், ஹெலிகாப்டர் பறக்கிற மாதிரி இதை எல்லாத்தையுமே இவரு உருவாக்கி அப்படியே தத்ரூபமா காட்டி இருந்திருக்காரு. வெள்ளிப்பாறையில ஆரம்பிச்சு புஞ்சிரிமுட்டம், முண்டகை, சூரல்மலை வரைக்கும் இப்படி 7 கிலோமீட்டர் தூரத்துக்கு மண் சரிவு ஏற்பட்டதை இவரு இந்த மாதிரி செஞ்சு காட்டி இருந்திருக்காரு. இந்த மண் சரிவு எப்படி ஏற்பட்டு எந்த வழியில வெள்ளம் பாய்ந்தது, அதுக்கப்புறமா என்ன நடந்தது, ஆர்மி வந்ததுக்கு அப்புறமா அந்த பாலம் அமைச்சதுன்னு இதை எல்லாத்தையுமே ரொம்பவே தத்ரூபமா இவரு செஞ்சு வச்சிருந்திருக்காரு.